ദ ജേർണലിസ്റ്റിലേക്ക് ഏതാണ്ട് 40 ദിവസം മുമ്പ് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും യുദ്ധം ആരംഭിക്കുമ്പോൾ അവരുടെ പ്രഖ്യാപനം റെജീം ചേഞ്ച് അഥവാ ഇറാൻ്റെ ഇസ്ലാമിക ഭരണ മാറ്റം എന്നതു തന്നെയായിരുന്നു. അതുവഴി ഇറാൻ്റെ എണ്ണശേഖരവും ആണവോർജവും ആയുധങ്ങളുമൊക്കെ കൈപ്പിടിയിലാക്കാമെന്നും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എതിർപ്പുയർത്തുന്ന ആ രാജ്യത്തെ നിലയ്ക്കു നിർത്തിയാൽ അതുവഴി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുമൊക്കെ അമേരിക്ക സ്വപ്നം കണ്ടു. ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങൾക്കെതിരായ ഭീഷണി എന്നേക്കുമായി ഇല്ലാതാകാൻ പോകുന്നു എന്നതിൻ്റെ ആശ്വാസവും സംതൃപ്തിയും സന്തോഷവും ആവേശവുമൊക്കെ ആയിരുന്നു ഈ യുദ്ധത്തിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു പ്രശ്നവുമില്ലാതിരുന്ന പശ്ചിമേഷ്യയെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഏതാണ്ട് 40 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അതിന് നെതന്യാഹു പറയുന്ന കാരണം, അല്ലെങ്കിൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന കാരണമെന്ന് പറയുന്നത്, ഇങ്ങനെയാണ് ഇറാൻ്റെ പോക്ക് എങ്കിൽ ഇറാൻ അധികം വൈകാതെ ഒരു വലിയ ശക്തിയായി വളർന്നു വരും, ആണവശക്തിയാകും, ആയുധങ്ങൾ അതിഭീകരമായ വിധത്തിൽ അവരുടെ പക്കലുണ്ടാകും. അതുപയോഗിച്ച് ഇസ്രായേലിനെ വിദൂര ഭാവിയിൽ അവർ തകർത്ത് ഇല്ലാതാക്കും. അങ്ങനെ ഭയന്ന് വിറച്ച് വല്ലാത്ത രീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമീപിച്ച് യുദ്ധത്തിന് പോകണം എന്ന് പറയുന്നത് എന്ന നിലയ്ക്കായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആദ്യഘട്ടങ്ങളിൽ പ്രതികരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വന്നിരുന്ന വാർത്തകൾ അതായിരുന്നു. അതായത് ഇറാൻ അവരുടെ പരമാധികാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ പ്രതിരോധ ഊർജ ആവശ്യങ്ങൾ വിനിയോഗിക്കുന്നതിന് വേണ്ടി, ഒരു വശത്ത് ആണവോർജം ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവർ പറയുന്നു, പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യാപകമായി അവർ അവരുടേതായ രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നിർമ്മിക്കുന്നു. ഇതെല്ലാം തദ്ദേശീയമായി ചെയ്യുന്ന കാര്യമാണ്. ഒരു ഘട്ടത്തിൽ ഏത് ആണവ ഏജൻസികൾക്കോ ഏത് രാജ്യങ്ങൾക്കോ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താമെന്നും ഇവിടെ ഒരു തരത്തിലുള്ള ആണവായുധങ്ങളും ഉണ്ടാക്കുന്നില്ല എന്നുമൊക്കെ ഇറാൻ പറഞ്ഞതാണ്. പക്ഷേ ഇസ്രായേലിനപ്പോൾ, അല്ലെങ്കിൽ നെതന്യാഹുവിനപ്പോൾ ഇറാനെ കയറി അടിച്ചങ്ങ് ഇല്ലാതാക്കിയേ തീരൂ. അങ്ങനെ യുദ്ധം തുടങ്ങി പൊടുന്നനെ ഇറാനിലൊരു സ്കൂളിൽ 160-ലധികം പാവപ്പെട്ട പിഞ്ചു പെൺകുട്ടികളെ അതിക്രൂരമായി കൊലപ്പെടുത്തി. അത് യുദ്ധവിജയമെന്ന നിലയിൽ ഇവിടെയുള്ള ഇസ്രായേൽ അനുകൂലികളായ കുറേ ആളുകൾ തട്ടിവിടുകയും ചെയ്തു. അല്ലെങ്കിലും ഗസയിൽ നിരായുധരായ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് ബോംബിട്ടിട്ട് അവർ തീവ്രവാദികളാണ്, ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, അവരുടെ മതം അതാണ്, അവർ ചാകട്ടെ എന്നൊക്കെ പറഞ്ഞ് തുള്ളിച്ചാടുന്ന കുറേ മനോവൈകല്യം ബാധിച്ച വർഗീയ വിഷങ്ങൾ നമുക്കിടയിലുണ്ട്. ഈ വിഷങ്ങളുടെ തുടർച്ചയായിട്ടാണ് ആ സ്കൂൾ കുട്ടികളെ കൊന്നതുപോലും ആഘോഷിക്കുന്ന ഒരു പ്രത്യേകതരം മനോവൈകൃതമുള്ളൊരു സമൂഹം നമുക്കിടയിൽ ഇസ്രായേലിൻ്റെ ഈ യുദ്ധ നീക്കത്തിന് കൈയടിച്ചത്. അന്ന് മുതലേ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ കൃത്യമായ പഠനവും ഗവേഷണവും നടത്തുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ദ ജേർണലിസ്റ്റിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഞാൻ നടത്തിയ ചില നിരീക്ഷണങ്ങൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഈ യുദ്ധം ഇസ്രായേൽ വിജയിക്കാൻ പോകുന്നില്ല, അമേരിക്ക വിജയിക്കാൻ പോകുന്നില്ല, ഇറാൻ്റെ തിരിച്ചടിക്ക് മുന്നിൽ ഇസ്രായേൽ മുട്ടുകുത്തേണ്ട സാഹചര്യം, അമേരിക്ക പിന്മാറേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തുടക്കം മുതലേ ഞാൻ പറഞ്ഞതാണ്. ഹോർമുസ് കടലെടുക്ക് ഇറാൻ അടയ്ക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നത് കേരളത്തിലെന്നല്ല, ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം പ്രവചിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ ഞാനായിരിക്കും. എൻ്റെ ആദ്യ വീഡിയോകളിൽ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹോർമുസ് കടലെടുക്ക് അടയ്ക്കാനുള്ള തീരുമാനം ഇറാൻ യുദ്ധം തുടങ്ങിയാൽ നടത്തും എന്ന് മാത്രമല്ല, അത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനെ ചുറ്റിയൊടുവിൽ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഗതികെട്ട അവസ്ഥ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകുമെന്ന് ആദ്യം മുതലേ ഞാൻ നിരീക്ഷിച്ചിരുന്നു. അത് കൃത്യമായി ഇപ്പോൾ സംഭവിക്കുകയാണ്. അന്നൊക്കെ മറുനാടൻ സാജൻ ഷ്കാരിയെ പോലുള്ള യൂട്യൂബർമാരൊക്കെ അടിച്ചുവിട്ടത് ഇറാൻ തീ നരകമായി, ഇറാൻ മഴയായി, തീർന്നു, ചത്തു എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുകയാണ്. ഒരു ഒടുവിൽ നമ്മളെപ്പോലുള്ളവരൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതനുസരിച്ച് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടെ മറുനാടൻ യൂട്യൂബറൊക്കെ നേരെ പ്ലേറ്റ് മറിച്ചിട്ട് ട്രംപിനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. നുണ പറഞ്ഞ് എത്ര കാലമാണ് മനുഷ്യർക്ക് വീഡിയോ ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ കഴിയുക? അപ്പോൾ അയാളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നല്ല കാര്യം, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി ആളുകൾ തിരുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അവസ്ഥയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്.
എന്നാലോചിച്ച് നോക്കൂ, തുടക്കത്തിൽ ഇറാനിൽ തീ നരകം സൃഷ്ടിച്ചുകൊണ്ട്, തീമഴ പെയ്യിച്ചുകൊണ്ട്, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അടക്കം ആക്രമണം നടത്താൻ ശ്രമിച്ചുകൊണ്ട്, ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തച്ചുടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പല പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കുമൊക്കെ ആക്രമണം നടത്തിക്കൊണ്ട് തങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഈ യുദ്ധം മുന്നോട്ട് പോകുമെന്ന് വലിയ ആത്മവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിച്ചിരുന്നവരാണ് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി. ഒരു ഘട്ടം വരെയും അമേരിക്ക ഇസ്രായേലിൻ്റെ വാദങ്ങൾക്കനുസരിച്ച്, ഇസ്രായേലിൻ്റെ മനസ്സിനനുസരിച്ച് ഈ യുദ്ധത്തെ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് ശേഷം അങ്ങോട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിക്കുകയും ഇസ്രായേലിനുള്ളിലേക്ക് വലിയ തോതിൽ പ്രഹരമേൽപ്പിക്കുകയും പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തകരുകയും അമേരിക്കയുടെ ദശലക്ഷക്കണക്കിന് കോടി ഡോളർ മൂല്യമുള്ള അവരുടെ യുദ്ധവിമാനങ്ങൾ ഒന്നൊന്നായി പൊട്ടിച്ചിതറുകയും നിരന്തരമായി സൈനിക കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുകയും ഗൾഫ് രാജ്യങ്ങളുടെ വലിയ പ്രതിഷേധം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാവുകയും ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടപ്പെട്ടതിനെ തുടർന്ന് അമേരിക്കയിലടക്കം വലിയ പ്രതിഷേധവും വലിയ തോതിലുള്ള ക്ഷാമത്തിലേക്കടക്കം കാര്യങ്ങൾ പോകുന്നു. എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾക്ക് അവരുടെ ഓയിൽ മേഖലയിലേക്കുണ്ടാകുന്ന ആക്രമണങ്ങൾ വലിയ ഭീതിയൊക്കെ ആയതോടുകൂടി അമേരിക്ക വിറച്ചു. അങ്ങനെയാണ് പതിയെ പതിയെ യുദ്ധം ഞങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് ഏകപക്ഷീയമായി പിന്മാറാൻ ട്രംപ് പല തവണ ശ്രമിച്ചത്. ആലോചിച്ച് നോക്കുക, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും അല്ലെങ്കിൽ ട്രംപും നെതന്യാഹുവും നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, വെല്ലുവിളികളൊക്കെ ഏകദേശം ഒരുപോലെയായിരുന്നു. അവർ രണ്ടുപേരും ഇറാനെതിരെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നതിലൊക്കെ ഒരു സമാനതകൾ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇരുവരും ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ചകൾ നടത്തുകയോ അല്ലെങ്കിൽ ഇവരുടെ പ്രതിനിധികൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്തുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ട്രംപ് ഒറ്റയടിക്ക് വെടിനിർത്തൽ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ട്രംപ് പറഞ്ഞത് ഇന്നിപ്പോൾ ഇന്ത്യൻ സമയം രാവിലെ 5:30 ഇറാൻ ഹോർമുസ് കടലിടുക്ക് ഏകപക്ഷീയമായി തുറന്നു കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾ ഇറാനെ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ ആക്രമിച്ച് നശിപ്പിക്കും, ശിലായുഗത്തിലേക്ക് എത്തിക്കും, പിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല, ഇറാനെ പരിപൂർണമായി തകർത്ത് കളയും. അതായത് റെജിം ചേഞ്ച് എന്നുള്ള അവരുടെ യുദ്ധലക്ഷ്യമൊക്കെ മാറി ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ മാറിയിട്ട് ഹോർമുസ് തുറക്കുക എന്ന നിലയിലേക്ക് അമേരിക്കയെ ദയനീയമായി താഴെ എത്തിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും അമേരിക്ക ആ രീതിയിലൊക്കെ വലിയ തോതിൽ വെല്ലുവിളികളൊക്കെ ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇസ്രായേലും അപ്പുറത്തെ വശത്ത് നിന്ന് ഇറാനിലെ പാലങ്ങൾ ഞങ്ങൾ തകർത്തു, ഇറാനിലെ റോഡുകൾ തകർത്തു, ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്തു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ മാധ്യമങ്ങളിലൂടെ നെതന്യാഹുവിൻ്റെ ചില വീരവാദങ്ങളും ആ ഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് പൊടുന്നനെ ഇസ്രായേലുമായി ഒരു ആശയവിനിമയം നടത്തുകയോ ഒന്നും ചെയ്യാതെ, ഇസ്രായേലിനെ എവിടെയും കോട്ട് ചെയ്യാതെ ഒരൊറ്റയടിക്ക് ട്രംപ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. അതും 10 കരാറുകൾ, ഇറാൻ പറഞ്ഞ 10 കരാറുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അത് അംഗീകരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാം, അതിന്മേൽ ചർച്ചകൾ അടുത്ത ദിവസം പാകിസ്ഥാനിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്തരത്തിൽ മിഡിൽ ഈസ്റ്റിന് വേണ്ടി ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, സീസ് ഫയർ നടത്തുകയാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് ഒരു വിലയുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം ഗൾഫ് രാജ്യങ്ങൾ അന്നും പറഞ്ഞിരുന്നു യുദ്ധം നടത്തരുത്, യുദ്ധത്തിലേക്ക് പോകരുത്, പ്രശ്നമാകും. ഇറാനും അന്നും പറഞ്ഞിരുന്നു യുദ്ധം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും, വലിയ പ്രശ്നമാകും, മേഖലാ യുദ്ധമാകും. അപ്പോൾ അതൊന്നും കേൾക്കാതെ അന്ന് ഇസ്രായേലിൻ്റെ വാക്ക് മാത്രം കേട്ട് മുന്നോട്ട് പോയ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ കേൾക്കുന്നേ ഇല്ല, ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ എവിടെയും പറയുന്നില്ല. ഇപ്പോൾ പ്രൈം ഇമ്പോർട്ടൻസ് ഇറാൻ കൊടുത്ത നിർദ്ദേശത്തിനും ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥനയ്ക്കും. അതായത് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഇതോടുകൂടി ഇസ്രായേൽ എന്തായി, കളത്തിന് പുറത്തായി ഒറ്റപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിന് ഒരു രാജ്യങ്ങളുടെയും പിന്തുണയില്ല. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുമെങ്കിലും ഇസ്രായേലുമായി യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ഇറാനെ സംബന്ധിച്ച് അമേരിക്കയുമായി ഒത്തുതീർപ്പിലെത്തി എന്ന് വന്നാലും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്താം, ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തരുത് എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിലിട്ട കുറിപ്പിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഇനിയും പ്രകോപനം തുടർന്നാൽ, അതായത് അമേരിക്ക ആക്രമണം നടത്തില്ല എന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളും ആക്രമണം നടത്തില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് പറഞ്ഞത്, നിങ്ങൾ ഇത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും സീസ് ഫയർ ചെയ്യാം. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ നിർത്തുന്നു എന്നല്ല, നിങ്ങൾ നിർത്തി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളും വയ്ക്കാം. ഇത് ഇറാൻ്റെ ആദ്യം മുതലുള്ള പ്രഖ്യാപിത നിലപാടാണ്. ഇറാൻ എന്നും പറഞ്ഞത് ഇതാണ്, ഞങ്ങളായിട്ട് ആരെയും ആക്രമിക്കില്ല, നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ വിടുകയുമില്ല. ഇതായിരുന്നു ഇറാൻ്റെ ആദ്യം മുതലുള്ള നിലപാട്. ഇത് ഇറാൻ ആവർത്തിച്ചു, അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം എന്താണ് എന്ന് അമേരിക്ക എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഈ യുദ്ധത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുവന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ വഷളാക്കിയ ഇസ്രായേലിനെ ഒരുപക്ഷെ അമേരിക്ക കൈയൊഴിയുകയാണോ അല്ലെങ്കിൽ ചവിട്ടിക്കൂട്ടി കളയുകയാണോ അല്ലെങ്കിൽ ഇസ്രായേലിന് ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന മട്ടിൽ
ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയാണോ അമേരിക്ക എന്ന ചർച്ചകൾ സജീവമാണ്. കാരണം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം, ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതിന് ശേഷം ട്രംപിന് വലിയ തിരിച്ചടികളാണ്. കഴിഞ്ഞ ദിവസം അവിടെ വന്ന അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നൊരു സർവേയിൽ 70% ജനങ്ങൾ അവിടെ യുദ്ധത്തിനെതിരായി പ്രതികരിച്ചിരിക്കുകയാണ്. അതുപോലെ ട്രംപിൻ്റെ പാർട്ടിയായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടി വലിയ പ്രതിഷേധത്തിലാണ് ട്രംപിൻ്റെ ഈ നീക്കങ്ങൾക്കെതിരെ. കാരണം എന്തിനാണ് സ്വന്തം ഇസ്രായേലിന് വേണ്ടി സ്വന്തം രാജ്യത്തിൻ്റെ പണം കളയുന്നത്, പ്രതിരോധം കളയുന്നത്, ആയുധങ്ങൾ കളയുന്നത്? കാരണം പണ്ട് ഇസ്രായേലിനെ സഹായിച്ചതിൻ്റെ പേരിൽ ജോ ബൈഡനെതിരെ തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച ആളായിരുന്നു ട്രംപ്. ആ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് ഞാൻ ലോകത്തെ യുദ്ധം മുഴുവൻ അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ആ ട്രംപ് ഒടുവിൽ ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചതോടെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം, വലിയ തോതിൽ നാറ്റോ രാജ്യങ്ങളടക്കം അമേരിക്കയ്ക്കെതിരെ ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപിന് തന്നെ ഇനി ഈ ഇസ്രായേലിനെ കൊണ്ടുനടന്നാൽ ബുദ്ധിമുട്ടാണെങ്കിൽ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ചാൽ വലിയ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ പതിയെ ഇസ്രായേലിനെ കൈയൊഴിയുകയാണോ ട്രംപ് എന്ന നിലയിൽ ചർച്ചകൾ സജീവമാണ്. എന്തായാലും ഇറാന് മുന്നിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് നെതന്യാഹു, അല്ലെങ്കിൽ ഇറാന് മുന്നിൽ ഇസ്രായേൽ ഒരു ഈസി ടാർഗറ്റായി മാറുകയാണോ എന്നുള്ള ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. അതായത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ അമേരിക്ക തോക്ക് താഴെ വയ്ക്കുന്നു, ആയുധം താഴെ വയ്ക്കുന്നു. ഇസ്രായേൽ ഇനി ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് പ്രകോപനം നടത്തിയാൽ ഇറാൻ തീർച്ചയായും അതിശക്തമായ ആക്രമണമായിരിക്കും നടത്തുക ഇസ്രായേലിലേക്ക്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇറാൻ സ്വയം പര്യാപ്തമായി ഒരു വലിയ ശക്തിയായി ഉയർന്നു വരാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് അമേരിക്ക അംഗീകരിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തുടക്കത്തിലുള്ള നെഗോഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് അമേരിക്ക പറയുന്നതിൻ്റെ അർത്ഥം അത് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആ രീതിയിലേക്കൊക്കെ ഇറാൻ ശക്തമായി ഉയർന്നു വന്നാൽ, ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ, അതിൽ ഇറാൻ്റെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അംഗീകരിക്കപ്പെട്ടാൽ പോലും, ഇറാൻ്റെ പരമാധികാരം അമേരിക്ക അംഗീകരിച്ച് കരാറിൽ ഒപ്പിട്ടാൽ, ഒരൊറ്റ ക്ലോസിൽ ഒപ്പിട്ടാൽ പോലും അത് ഇസ്രായേലിന് വലിയ 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 തിരിച്ചടികൾ ദൂരവ്യാപകമായി ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരിക്കും. അങ്ങനെ വന്നാൽ നെതന്യാഹു ആടാപടലം പെട്ടുപോകും, ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും എന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.